ഇവിടെ ഞാൻ ഒരു പ്രോഡക്റ്റിന്റെയും അൺബോക്സിങ്ങോ റിവ്യൂ അല്ല നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോണത്. അങ്ങനെയുള്ള റിവ്യൂ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂട്യൂബിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഞാനും കുറേ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോണത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ EAP225 പർച്ചേസ് ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഈ OC200 പർച്ചേസ് ചെയ്യേണ്ടത്, ഇനി ER605 എന്ന് പറഞ്ഞ ഗേറ്റ് വേ റൗട്ടർ നമ്മൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്യേണ്ടത്, EAP650 നമ്മൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു M4 ഡെക്കോ എന്നുള്ള TP ലിങ്കിൻ്റെ ഡിവൈസ് നമ്മൾ എപ്പോഴാണ് പർച്ചേസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ആ ഒരു പർച്ചേസിങ് പോയിന്റ് ഓഫ് വ്യൂ, ആ ഒരു സെനാരിയോയിൽ നിന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കാരണമുണ്ട്. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തിരുവല്ലയിൽ ടോമി എന്ന് പറഞ്ഞൊരു സാറിൻ്റെ വീട്ടിൽ ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഒരു 4500ഓളം സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വീടാണ്. അപ്പോൾ ആ ഒരു വീട്ടിൽ ഞാൻ സൈറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ AI ക്യാമറകളുടെ ഇൻസ്റ്റലേഷനും VDPയും അതുപോലെ തന്നെ ഇൻട്രൂഷൻ അലാം സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അപ്പം എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈറ്റ് സൂപ്പർവൈസറാണ്. ഞാൻ അയാളോട് ചോദിച്ചു, ഈ വീട്ടിൽ ഇൻ്റർനെറ്റ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യണം, ആരാ അത് ചെയ്യുന്നതെന്ന് ചോദിച്ചു. കാരണം ഞങ്ങളും ഇൻ്റർനെറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ജിയോയുടെ ഇൻ്റർനെറ്റ് കണക്ഷനാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്, അവർ തരുന്നത് വൈഫൈ റൗട്ടർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അങ്ങനെ ഒരു ഇതുപോലെയുള്ള ആക്സസ് പോയിന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞങ്ങളുടെ ഒരു ഓഫീസ് 2000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ചെറിയ ഓഫീസാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പകുതിയുള്ളൂ ഞങ്ങളുടെ ഈ ഓഫീസ്. ഇവിടെ 2 ഇൻ്റർനെറ്റ് കണക്ഷൻസ് ഉണ്ട്. ഞാൻ ആ റൗട്ടറിൻ്റെ ചോട്ടിൽ പോയി നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് പരിധിക്കുള്ളിൽ മാത്രമാണ് എനിക്ക് ജിയോയും എയർടെലൊക്കെ തന്നിരിക്കുന്ന റൗട്ടറിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് അത്യാവശ്യം നല്ല സ്പീഡിൽ കിട്ടുന്നത്. ഞാനിപ്പോൾ ഇരിക്കുന്നത് വളരെ ദൂരത്തെ ഒരു മൂലയ്ക്കാണ്. ഈ ഒരു സ്ഥലത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ആക്സസ് പോയിന്റ് ഇതേപോലെയുള്ള സെറ്റപ്പ് ചെയ്തിട്ട് അതിൽ നിന്നാണ് ഞാൻ ഇൻ്റർനെറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാർട്ടീഷൻ അവിടെ പുതുതായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തു. സ്റ്റാഫിനൊക്കെ വേണ്ടിയിട്ട് വേറൊരു പാർട്ടീഷൻ ക്യാബിനിൽ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. അതോടുകൂടി എനിക്ക് ഇൻ്റർനെറ്റ് കിട്ടാതെ ഞാനിപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കേബിളാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. പുതിയ വൈഫൈ ആക്സസ് പോയിന്റിൻ്റെ വേഗത കൂടി ഇതാണ്, ഇതിനേക്കാളും നല്ലൊരു സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോലെയുള്ള പല യൂട്യൂബർമാരും വീഡിയോ ഇടുമ്പോൾ അതൊക്കെ വന്ന് കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ അവരൊന്നും പല സാധനങ്ങളും മേടിച്ചിട്ട് ഇപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോണത് അങ്ങനെ ഒരു വീട് പണിയുന്ന സമയത്ത് തന്നെ ഇതെങ്ങനെ നമ്മൾ ഡിസൈൻ ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ ഈ വൈഫൈ നെറ്റ്വർക്കിങ്ങും IP ക്യാമറകളും അതുപോലെ ഇൻട്രൂഷൻ അലാം സിസ്റ്റം ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതിന് മുമ്പേ തന്നെ ഞാൻ ഈ നെറ്റ്വർക്കിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഒരു 6 വർഷത്തോളം. അപ്പോൾ ഇതുമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. ഞാനിതിൽ വലിയ മാസ്റ്റർ ആണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ ഇത് ഇപ്പോൾ കുറേ വീടുകൾ ഞാൻ പോയി സൈറ്റ് വിസിറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു അറിവ് വെച്ചിട്ട് ഞങ്ങൾ കുറേ വീടുകൾ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ പുതുതായിട്ട് നിങ്ങൾ വീട് വയ്ക്കുന്നവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. അപ്പം നമ്മളിവിടെ 3 രീതിയിലാണ് നോക്കിക്കാണാൻ വേണ്ടി പോകുന്നത്. ഒന്ന്, വളരെ കുറഞ്ഞ വളരെ ചെറിയ രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. അയാളുടെ വീട് ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെയുള്ളവർ ഏത് രീതിയിൽ ചെയ്യണം? ഒരു 2500-ഉം 2800 വരുന്ന ഒരു മീഡിയം സെഗ്മെൻറ്റിൽ വരുന്ന വീടുകളൊക്കെ ഏത് രീതിയിൽ നെറ്റ്വർക്ക് ചെയ്യണം? അതുപോലെ തന്നെ ഒരു 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ട് പോകുന്ന വീടുകളൊക്കെ എങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു രീതിയിലാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുമാത്രമല്ല, നമ്മളൊരു എക്കണോമിക് സൊല്യൂഷനുമായിട്ട് ചിന്തിക്കണം. കാരണം നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇപ്പോൾ വലിയ ഒരുപാട് കമ്പനീസിൻ്റെ പ്രോഡക്ട്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എന്നാലും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ അത്യാവശ്യം ചീപ്പാണ്, എന്നാൽ പെർഫോമൻസ് കിട്ടുന്ന നല്ല സാധനം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടേക്കുന്നത് TP ലിങ്കിൻ്റെ പ്രോഡക്റ്റാണ്. മാത്രമല്ല ഈസിലി കോൺഫിഗറബിൾ ആണ്. അതൊക്കെ ഉണ്ട്. TP ലിങ്ക് മാത്രമല്ല D ലിങ്കും അങ്ങനെ തന്നെയാണ്. ഇവിടെ ഈ ഒരു വീഡിയോയിൽ ഒരു കമ്പനീനെയും ഞാൻ പുകഴ്ത്തി പറയുന്നില്ല, താഴ്ത്തി പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഞാൻ ഈ ഒരു കമ്പനിയെ പറ്റി മാത്രം ഇവിടെ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ കാരണം കൊണ്ട് മാത്രമാണ്. ഈസി ഇൻസ്റ്റലേഷൻ, അതുപോലെ ഈസി മോണിറ്ററിങ്, അതുപോലെ തന്നെ നമുക്ക് വിലയും കുറവ്, അത് മാത്രമാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ TP ലിങ്ക് പർച്ചേസ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എൻ്റെ ഒരു എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഇത് സംസാരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീട് വയ്ക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു 500 സ്ക്വയർ ഫീറ്റിനുള്ളിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജിയോയുടെ എയർടെലിൻ്റെ ഒക്കെ ഇൻ്റർനെറ്റ് എടുത്തു കഴിഞ്ഞാൽ അവർ തരുന്ന വൈഫൈ റൗട്ടർ വെച്ചിട്ട് കിട്ടും. അപ്പോൾ അതിൽ കൂടുതൽ ദൂരത്തേക്ക് അവർക്ക് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ, എല്ലാ റൂമിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അവർ ആ വീടിൻ്റെ മിഡിൽ പോർഷൻ മനസ്സിൽ കണ്ടിട്ട് ഇതേപോലെയുള്ളൊരു വൈഫൈ ആക്സസ് പോയിന്റ് സെറ്റപ്പ് ചെയ്താൽ മാത്രം മതി. ഒരെണ്ണം വെച്ചാൽ മതി, എല്ലായിടത്തായിട്ടും നമുക്ക് കിട്ടും. അതായത് ഇപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ EAP225 എന്നുള്ള ഡിവൈസാണ്. ഏതാണ്ട് ഒരു 5500-6000 രൂപയോളം ചിലപ്പോൾ കോസ്റ്റ് വന്നേക്കാം ഇത് നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. ഇനി ഇവിടെ വേറൊരു ഡിവൈസ് കൂടെ ഇരിപ്പുണ്ട്. ഇത്
അപ്പോൾ ഇത് EAP650 എന്ന് പറഞ്ഞ ഡിവൈസാണ്. ഇതിൻ്റെ പെർഫോമൻസ് നമ്മൾ ആദ്യം കണ്ട ഡിവൈസിനേക്കാളും കൂടുതലാണ്. Wi-Fi 6 നമുക്ക് സപ്പോർട്ടീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 10:30 11:30 ആ ഒരു റേഞ്ച് വരെയൊക്കെ നമുക്ക് പോയേക്കാം. അപ്പോൾ ഈ 2 ഡിവൈസുകളിൽ ഏതെങ്കിലും ഓരോന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല കവറേജ് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് മെയിൻ റൗട്ടറിൽ നിന്ന് ഒരു നെറ്റ്വർക്ക് കേബിൾ വലിച്ചിട്ട് വേണം ഇത് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഒരു ചെറിയൊരു വീട്ടിലേക്ക് വരുന്ന വൈഫൈ. ഇനി നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടത്. റൂമിൻ്റെ ഉള്ളിലേക്കൊക്കെ വേണം. നമ്മുടെ വീട് ഇച്ചിരി കൂടെ വലുതാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ 2500-3000 സ്ക്വയർ ഫീറ്റിന് അടുത്ത് വരെ എത്തുന്ന വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ TP-Linkൻ്റെ തന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എടുത്തു വെച്ചിട്ടില്ല, അവിടെ ഇരിപ്പുണ്ട്. M4 Deco എന്നുള്ള ഡിവൈസ് നമുക്ക് അവൈലബിൾ ആണ് TP-Linkൻ്റെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾ D-Linkനെയാണ് നോക്കണമെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. D-Linkൻ്റെ M30 എന്നുള്ള ഡിവൈസ്, അതും ഒരു ഡെക്കോ ഡിവൈസാണ്. മെഷ് വൈഫൈ സിസ്റ്റമാണ്. SSID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു പേര്, അത് ഒരു പേര് മാത്രമേ ഉള്ളൂ എത്ര ഡിവൈസ് ഉണ്ടെങ്കിലും. അതാണ് ഈ ഒരു മെഷ് നെറ്റ്വർക്കിൻ്റെ ആ ഒരു ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ പോയി നിന്നാലും ആ ഇൻ്റർനെറ്റ് കവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. നമ്മൾ റോമിങ്ങിലായിരിക്കും. അതാണ് അതിൻ്റെ ഒരു ഗുണം. പിന്നെ ഏതെങ്കിലും ഒരു ഡിവൈസ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഒന്നും തന്നെ നമുക്ക് ഡൗൺ ഉണ്ടാവില്ല. ഡിവൈസുകളൊക്കെ പരസ്പരം സാധാരണ കേസിൽ വൈഫൈയിലാണ് കണക്റ്റ് ആവുന്നതെങ്കിലും ബാക്ക് ഹോൾ എന്നുള്ളൊരു ഫീച്ചർ ഇതിനകത്ത് വരുന്നുണ്ട്. അത് നമ്മൾ വയർലെസ് മാറ്റിയിട്ട് വയേർഡ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ആ ഒരു ഫീച്ചർ നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടെ റിലയബിൾ ആയിട്ടുള്ള അടിപൊളി പെർഫോമൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെഷ് നെറ്റ്വർക്ക് സിസ്റ്റം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു 3000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു വീട്ടിൽ നിങ്ങൾക്ക് ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെയുള്ള ആക്സസ് പോയിന്റുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ഡിവൈസുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എവിടെയൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ രീതി ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മാറുന്ന കേരളത്തിൻ്റെ പുതിയ വീടിൻ്റെ കൺസെപ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഗ്ലാസ്, അതായത് ഭിത്തിയൊക്കെ ഇപ്പോൾ ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ അല്ലേ. അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ. അപ്പോൾ ആ ഒരു ഓപ്പൺ കിച്ചനും മെയിൻ ഹോളൊക്കെ നല്ല വലുപ്പമുള്ള ഏരിയയൊക്കെ വന്നിട്ട് ബെഡ്റൂമുകൾ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് നമുക്ക് പണ്ടത്തെ വീടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോളിൽ നിൽക്കുമ്പോൾ ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ പറ്റും, ഒരു ഡോറൊക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ ഓരോ സ്പേസ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വലിയൊരു ഭിത്തി ഇങ്ങനെ ഇടയ്ക്കോടെ കയറി പോകുന്ന രീതിയിലാണ് ഈ ഷിപ്പിൻ്റെ ഒക്കെ ഉള്ളിലത്തെ പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു മെയിൻ ഹോളിൽ ഒരു ആക്സസ് പോയിന്റ് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ബെഡ്റൂമിൻ്റെ അകത്തേക്ക് ഇൻ്റർനെറ്റ് കിട്ടൂല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെയാണ് ഈ വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്, ഭിത്തിയിലേക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ തിരുവല്ലയിലുള്ള സാറിൻ്റെ വീട്ടിൽ, ടോമി സാറിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇതേപോലെ ഓരോ റൂമിലും വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 4-5 റൂമുകൾ അവിടെ വരുന്നുണ്ട്. ആ റൂമിലെല്ലാം തന്നെ ഇതുപോലെയുള്ള ഡിവൈസുകൾ വരുന്നുണ്ട്. പിന്നെ മെയിൻ ഹോള് താഴത്തും മുകളിലുമായിട്ടുള്ള ഹോളുകളിൽ നമ്മൾ ഇതേപോലെ തന്നെ മെയിൻ ആക്സസ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി വീടിൻ്റെ വെളിയിലേക്കാണെന്നുണ്ടെങ്കിൽ അവിടെ ഇൻ്റർനെറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് EAP225 ഔട്ട്ഡോർ ഡിവൈസുകൾ, ഇങ്ങനെ കുറേ ഡിവൈസുകളുടെ ഒരു കൂട്ടം. ഈ ഡിവൈസുകളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളൊരു സിംഗിൾ ഇൻ്റർനെറ്റിൽ നിന്ന് കണക്ട് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അവിടെ നമുക്ക് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു നെറ്റ്വർക്ക് സെറ്റപ്പ് ആയിരിക്കും വരുന്നത്. കാരണം ഓരോ ഡിവൈസുകൾക്കും പ്രത്യേകം ഇൻഡിവിജ്വലായിട്ട് നമ്മൾ സ്റ്റാൻഡ് അലോൺ കോൺഫിഗറേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ ഈ യൂണിറ്റുകളെല്ലാം കൂടെ നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് നമുക്ക് കോൺഫിഗറേഷൻ ചെയ്യാൻ പറ്റണം, മാനേജ് ചെയ്യാൻ പറ്റണം അല്ലേ. അതുപോലെ ആരൊക്കെയാണ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ സാധിക്കണം, എത്രത്തോളം ബാൻഡ് വിഡ്ത്ത് ആണോ ഓരോ ഡിവൈസുകളും കൺസ്യൂം ചെയ്യണമെന്ന് അറിയണം, ഏതെങ്കിലും ഡിവൈസ് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതും നമുക്കറിയണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ TP-Link എന്നുള്ളൊരു കമ്പനി അവർക്കൊരു മെയിൻ ആയിട്ടുള്ള എല്ലാത്തിനെയും കൂടെ മാനേജ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിരിക്കുന്നത്. അതാണ് ഒമാഡ കൺട്രോളർ എന്ന് പറയുന്നത്. ഒമാഡ കൺട്രോളർ എന്നുള്ള ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് 2 രീതിയിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒന്ന്, ഒരു കമ്പ്യൂട്ടറിൽ ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. SDN കൺട്രോളർ എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ ഇതേപോലെയുള്ള OC200 എന്ന് പറയുന്ന ഹാർഡ്വെയർ കൺട്രോളർ. ഇനി OC200 ഡിവൈസ് നമുക്ക് എപ്പോഴും ഒന്നും ആവശ്യമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് ആണുള്ളത് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ആണുള്ളത്, അതിനകത്ത് ആ സോഫ്റ്റ്വെയർ കൺട്രോളർ ഇട്ടാലും മതി. ഈ സോഫ്റ്റ്വെയർ കൺട്രോളർ ആണെങ്കിലും ഹാർഡ്വെയർ കൺട്രോളർ ആണെങ്കിലും എപ്പോഴും ഓൺ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ എന്താണോ ലാസ്റ്റ് കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, നമ്മുടെ ആക്സസ് പോയിന്റിലായിട്ട് കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചേക്കുന്നത്, അതിൻ്റെ പ്രകാരം ഈ ഡിവൈസുകളെല്ലാം വർക്ക് ചെയ്യും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം നടക്കാതെ പോകും, ദാറ്റ് ഈസ് റോമിങ്. ആ റോമിംഗ് എന്നുള്ളൊരു ഫീച്ചർ ചിലപ്പോൾ മിസ്സിങ് ആവും. അതുപോലെ തന്നെ പല സ്പെഷ്യൽ ഫീച്ചേഴ്സ് മിസ്സായി പോകും. അതിനെപ്പറ്റി കൂടുതലായിട്ടുള്ള വീഡിയോസ് കുറച്ച് ടെക്നിക്കൽ ആയതുകൊണ്ട് ഞാൻ ചാനൽ മെമ്പർ വീഡിയോ ആയിട്ടാണ് ചെയ്യാറുള്ളത്.
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻസ് ഞാൻ ചെയ്തേക്കണം എല്ലാം ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ്. IP ക്യാമറകളെ പറ്റിയുള്ള അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കോൺഫിഗറേഷൻസ് എല്ലാം ചാനൽ നമ്പർ വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. കാരണം കൂടുതൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോഴത്തേക്കും എൻ്റെ ആ വീഡിയോസ് ഒന്നും തന്നെ ആരും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ടെക്നിക്കൽ വീഡിയോസ് ഒന്നും തന്നെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടാറില്ല. കാരണം കൂടുതൽ ആൾക്കാർ വാച്ച് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാർക്കൊക്കെ അതിനെപ്പറ്റി ജസ്റ്റ് ആയിട്ടൊരു ബ്രീഫ് ഐഡിയ കിട്ടിയാൽ മതി. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഈ കോൺഫിഗറേഷൻസ് ഒക്കെ അറിയണം, പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ഏതെങ്കിലും ടെക്നീഷ്യൻ തന്നെയായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെയ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നത്. നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻസ് പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ നമ്പറായിട്ട് ജോയിൻ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ ഈ OC200ൻ്റെ വീഡിയോയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇൻട്രൂഷൻ അലാം സിസ്റ്റം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇക്വേഷൻ്റെ AX Pro എന്ന് പറയുന്നത് അതൊക്കെ ഇനി വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ സബ്സ്ക്രൈബഡ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അവിടെ ഇട്ടേക്കുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്ത് കഴിയുമ്പോൾ കാണാൻ പറ്റും. ഇപ്പോൾ CCTV അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം 159 എന്നുള്ളൊരു പേയ്മെൻറ്റിൽ വരുന്ന പ്ലാനിലായിരിക്കും. 499 എന്നുള്ള പേയ്മെൻറ്റിലാണ് നമുക്ക് വൈഫൈ ആക്സസ് പോയിന്റുകളുടെയും റൗട്ടറുകളുടെ എല്ലാത്തിൻ്റെയും കോൺഫിഗറേഷൻസും CCTVയുടെ കോൺഫിഗറേഷനും അതുപോലെ തന്നെ ഇൻട്രൂഷൻ അലാമിൻ്റെ കോൺഫിഗറേഷനും ഒക്കെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ 499 മന്ത്ലി റിക്കറിംഗ് ആയിട്ട് വരുന്ന ആ ഒരു പേയ്മെൻറ്റ് ഇതിലേക്ക് പോവുക. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. എല്ലാവരും അത് ചെയ്യാനല്ല ഞാൻ പറയണം. നിങ്ങൾക്ക് അങ്ങനെ വളരെ എൻതൂസിയാസ്റ്റിക് ആണ്, നിങ്ങളതൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം അത് പേയ്മെൻറ്റ് കൊടുത്തിട്ട് അതിനകത്ത് ചെയ്യാൻ വേണ്ടി നോക്കുക. കാരണം ഞാൻ അതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എഫേർട്ടാണ് ഇടുന്നത്. മാത്രമല്ല പബ്ലിക്കായിട്ട് നമ്മൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാനും പോകുന്നില്ല. ഇഷ്ടമുള്ളവർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ളവർ നിങ്ങളാണെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 10 12 ആക്സസ് പോയിന്റുകളൊക്കെ നമ്മളൊരു വലിയ വീട്ടിലേക്ക് കോൺഫിഗറേഷൻ ചെയ്ത് വെക്കും. അപ്പോൾ എന്നോട് ആ ഗ്രഹാതം ചോദിക്കുന്നത്, ഷിനു നമുക്ക് ഈ OC200 എന്നുള്ള ആ ഒരു ഡിവൈസിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും സാറേ OC200 വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഇതിൻ്റെ റിയൽ ടൈം ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ക്ലൗഡ് കണക്ടിവിറ്റി ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്, TP ലിങ്ക് തരുന്നുണ്ട്, കാണാൻ പറ്റും. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. അല്ല നമുക്ക് എന്തെങ്കിലും ഡിവൈസ് ഡൗൺ ആണോ എന്നൊക്കെ അറിയാൻ പറ്റും. ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം വേണോ? ഞാൻ പറയും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണ്ട. കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് അത് വരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഈ വീട്ടിലില്ലല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ഈ ഒരു സാധനത്തിന് ആകെപ്പാടെ 7500 രൂപ കണ്ടേ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും നമ്മൾ നന്നായിട്ട് ഒരു സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളിനി വിദേശത്തുനിന്ന് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ ഏത് ഡിവൈസൊക്കെയാണ് വർക്ക് ചെയ്യാതിരിക്കണമെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിവൈസ് ഇപ്പോൾ ഇത് നമ്മുടെ EAP225 ആണ്. ഇത് നമ്മളൊരു ഹോളിൽ കൊണ്ടുവച്ചു. ഈ EAP650 നമ്മൾ രണ്ടാമത്തെ ഒരു ഹോളിൽ കൊണ്ടുവച്ചു. ഇനി EAP225 വാൾ പ്ലേറ്റ് ആക്സസ് പോയിന്റ് വേറെ റൂമിൽ കൊണ്ടുവച്ചു. നമ്മളൊരു റോമിങ്ങിൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ റേഞ്ചിലാണ് ഞാൻ ആദ്യം നിന്നതെങ്കിൽ ഇതിൽ നിന്ന് ഞാൻ ഇതിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇവിടെ റേഞ്ച് എനിക്ക് മൊബൈലിൽ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെ നിൽക്കും. എനിക്ക് ഇതിലേക്ക് പോകാൻ ചിലപ്പോൾ എനിക്ക് സാധിച്ചെന്ന് വരത്തില്ല. അതായത് ആ ഒരു റോമിങ് ഫീച്ചർ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നമുക്ക് ഏത് ഡിവൈസ് ഡൗൺ ആയി കിടക്കണം, അല്ല കിടക്കുന്നു എന്ന് അറിയണം. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ഡിവൈസ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി വേറൊരു സംഗതി കൂടെ വരുന്നുണ്ട്, ER605 എന്നുള്ള ഡിവൈസ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് തന്നെയാണ്. ഇതേപോലെ തന്നെയുള്ള ഡിവൈസാണ്. അത് ഈ ഒരു പിക്ചറിൽ കാണിച്ചിരുന്ന ഡിവൈസാണ്. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് അത് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ER605 യൂസ് ചെയ്യണത് നമ്മൾ കുറച്ചും കൂടെ നല്ലൊരു ഐഡിയൽ നെറ്റ്വർക്ക് സെറ്റപ്പിലേക്ക് നമ്മൾ പോകുന്ന സമയത്താണ്. അതായത് നമ്മുടെ ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകൾ കോൺഫിഗർ ചെയ്യണം. അതായത് ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ ക്യാമറ നെറ്റ്വർക്ക്, നമുക്കൊരു 10 IP ക്യാമറയുണ്ട്. ഈ 10 IP ക്യാമറകളും ഒരു സെപ്പറേറ്റ് ഒരു സെഗ്മെൻറ്റിൽ നിൽക്കണം, അത് വേറൊരു റേഞ്ചിൽ നിൽക്കണം. അതേസമയം നമ്മൾ വൈഫൈ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് വേറൊരു റേഞ്ചിലായിരിക്കണം, നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ. ഇനി പുറത്തുനിന്ന് വരുന്ന ഗസ്റ്റ്, അവർക്ക് വേണ്ടി നമ്മൾ വേറൊരു വൈഫൈ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അവർക്ക് ഒരിക്കലും നമ്മുടെ ഇൻറ്റേർണൽ നെറ്റ്വർക്കുമായിട്ട് ആക്സസ് വേണ്ട. ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന നമ്മുടെ മകൻ അല്ലെങ്കിൽ മകള്, അവർക്ക് നമ്മൾ വേറൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. നമ്മൾ യൂസ് ചെയ്ത വേറൊരു നെറ്റ്വർക്കാണ്. ഇനി മീഡിയ സെർവർ, അത് നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ട്. അത് എല്ലാവർക്കും ആക്സസ് വേണോ വേണ്ടയോ, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്നവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണോ വേണ്ടയോ, ഇങ്ങനെയൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഐസൊലേറ്റ് ചെയ്തേക്കണ നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്യാനും, അതും അല്ലെങ്കിൽ നമ്മൾ വിദേശത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന സെർവർ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ER605 എന്നുള്ള VPN റൗട്ടർ ആവശ്യമാണ്. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു സെറ്റപ്പ് ചെയ്യണത് വിത്ത് ഈ പറയുന്ന OC200 ഡിവൈസ്.
ഒന്നോ രണ്ടോ ആക്സസ് പോയിന്റ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റാൻഡ് അലോൺ ആയിട്ടൊക്കെ കോൺഫിഗർ ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് നല്ലൊരു പെർഫോമൻസ് ഉള്ള ഒരു അടിപൊളി നെറ്റ്വർക്കാണ് നമ്മൾ കോൺഫിഗർ ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. കമൻറ്റ് ബോക്സിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. എന്തായാലും നിങ്ങൾ വൈഫൈ എക്സ്റ്റൻഡർ പർച്ചേസ് ചെയ്യരുതെന്ന് ഞാൻ പറയാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞാൻ വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.